ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം. ആദ്യം ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ ചൂടാവാനായിട്ട് വെക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഞാനൊരു 1/4 കിലോ ബീഫ് നല്ലപോലെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ചതച്ച പേസ്റ്റും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിൻസ്ഡ് ബീഫ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5-6 മിനിറ്റ് ഇത് പാനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ തന്നെ നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇത് 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊരിക്കടല അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണ്. ആ പൗഡറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ബീഫിൽ തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് കൈ കൊണ്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് ചെറിയ ചെറിയ ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലപോലെ പ്രസ് ചെയ്ത് ബോൾസാക്കി എടുക്കണം. ഇതിപ്പോൾ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബോൾസ് എല്ലാം അതിലേക്കിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീറ്റ് ബോൾസൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മയോണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ആ ബ്രെഡിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന മയോണൈസിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കാം.
ഇനി അതിലേക്ക് ഒരു മീറ്റ് ബോൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് മറ്റൊരു ബ്രെഡ് എടുത്തിട്ട് അതിലും കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്തിട്ട് കവർ ചെയ്യാം. ഇനി അടുത്തതും ഇതുപോലെ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ബ്രെഡ് സ്ലൈസസിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു തവ ചൂടാക്കാനായിട്ട് വെക്കാം. തവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സാൻഡ്വിച്ച് വെച്ച് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.